കോൺഗ്രസ്സുകാർ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചുവിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലായോ? അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ അഹങ്കാരം എന്നതിന്റെ പേരോ നിങ്ങളിവിടുത്തെ MLA ആണ്. 100 പേരെ ജയിപ്പിച്ചെടുക്കുന്നത്. ഇയാൾ വിചാരിച്ച ഒരു മരപ്പട്ടീനെ ജയിപ്പിക്കാനുള്ളൂ. 100 സീറ്റ് കിട്ടണമെന്ന് ഞാനുണ്ടല്ല. അന്ന് SDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാവി ഇങ്ങനെ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടാകും. UDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. പിന്നെ എന്നെ കാണില്ല. സഭ്യത VD സതീശന്റെ വിജയത്തിൽ ആഹ്ലാദജനനാണോ? പിന്നെ തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു വിജയമാണ്. ഇവരെ 3 പേരിലും VD സതീശനോട് പ്രത്യേക താല്പര്യം കൂടുതൽ വല്ലതും ഉണ്ടോ? അല്ല, വ്യക്തിപരമായി താല്പര്യം എന്നതിലുപരിയായിട്ട് ഇവിടുത്തെ ജനങ്ങളും കോൺഗ്രസിന്റെയും UDFന്റെയും പാർട്ടി പ്രവർത്തകർ എല്ലാവരും ആഗ്രഹിച്ചത് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നാണ്. എന്തായാലും ഹൈക്കമാൻഡ് എടുത്ത ഒരു തീരുമാനം, അത് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെ എടുത്ത തീരുമാനം. പക്ഷേ ഈ നീണ്ടുപോയതിലൊരു ഇല്ലേ? അത് കോൺഗ്രസിന്റെ ഒരു പ്രോസസ്സ്, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കാലതാമസം അത്രമാത്രം. അപ്പൊ VD സതീശന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് ഈ വിജയം കൈവരിച്ചതെന്നാണോ കോൺഗ്രസ്? പ്രവർത്തന മികവ് എന്നതിലുപരിയായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, രാഷ്ട്രീയപരവും അതുപോലെ തന്നെ സാമൂഹികപരമായും മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അത് നമ്മുടെ കേരളം സ്വീകരിച്ചു, ജനത ഏറ്റെടുത്തു. അതിന്റെ ഒരു വിജയമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും രമേശ് ചെന്നിത്തലയും വേണുഗോപാലിനെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ആളുകളല്ല. അല്ല, അവര് ആരും നമ്മുടെ കേരളത്തില് അവരെ പോലുള്ള സമുന്നതരായ നേതാക്കളുണ്ട്. അവരൊക്കെ ഓരോ മേഖലയിലും അവരൊക്കെ വലിയ വലിയ നേതാക്കൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച മതനിരപേക്ഷത നിലപാടിനും അതുപോലെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് സ്വീകരിക്കപ്പെട്ടത്. അല്ല, VD സതീശനെ നമ്മൾ ഒറ്റവാക്കിൽ ഒതുക്കാതെ അദ്ദേഹത്തിന്റെ സേവനവും കഴിവും അദ്ദേഹത്തിന്റെ പ്രാപ്തിയൊക്കെ ഒന്ന് വിശദീകരിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ വിലയിരുത്തുന്ന രീതി? അല്ല, പാർട്ടിക്കകത്ത് വിലയിരുത്തുക എന്നതിലുപരിയായി നമ്മുടെ കേരളത്തിന് ഇത്തരത്തിലൊരു നേതാവിന്റെ ആവശ്യമുണ്ട്. കാരണം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ വന്ന് നിന്നപ്പോൾ പോലും അദ്ദേഹം സംഘടനാ നേതാക്കളോട്, ജാതി മത സംഘടനാ നേതാക്കളോട് നിങ്ങളുടെ കയ്യിൽ വോട്ടുണ്ട് എന്ന് കരുതി ആ വോട്ട് ബാങ്ക് വെച്ച് ഭീഷണിപ്പെടുത്താൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ആർജവമുള്ള നിലപാട് കേരളത്തിൽ ഇന്ന് വരെ ഒരു നേതാവും പറയാത്ത ആർജവമുള്ള നേതാവ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് തന്നെയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം. അല്പം കടുംപിടുത്തം ഉണ്ടോ? കടുംപിടുത്തം അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ നിലപാടുകളൊക്കെ ശക്തമായി എടുക്കുന്നുണ്ട്. കടുംപിടുത്തം എന്നതിനെ കാണാൻ കഴിയില്ല. ഉറച്ച തീരുമാനങ്ങളാണ്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇല്ലെന്ന്. അത് ഒരു ജാതിമത ശക്തികൾക്ക് അടിയറ പറയുകയില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു നേതാവിന്റെ തിണ്ണ നിരങ്ങാനും അല്ലെങ്കിൽ ഒരു ജാതിമത സംഘടനയുടെ തിണ്ണ നിരങ്ങാനും അദ്ദേഹം പോകില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് ഏറ്റവും ഞാൻ ഈ ഇലക്ഷനെ വിലയിരുത്തുന്നത് VD സതീശന്റെ വിജയം എന്നതിലുപരി ഈ വർഗീയ കോമരങ്ങളുണ്ട് കുറെ നമ്മുടെ സമുദായ നേതാക്കന്മാർ. ഇവരിരുന്ന് ഈ ആലപ്പുഴയിലും പെരുന്നയിലേക്ക് ഇരുന്ന് തട്ടിവിടുന്ന കുറെ വാക്കുകളുണ്ട്. അത് ജനം അപ്പാടെ തൂത്തെറിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതൊന്നും ഏറ്റെടുത്ത് അതാത് സംഘടനയിലുള്ള ജനങ്ങളാണെങ്കിൽ പോലും അവരൊന്നും അത് ഏറ്റെടുക്കില്ല. ഇവരൊക്കെ അവരുടെ പല രാഷ്ട്രീയ താല്പര്യങ്ങളും പല താല്പര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഓരോ. എനിക്കതിനകത്ത് വളരെ പ്രയാസമായി തോന്നി വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവനയാണ്. ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് ഉരുത്ത തകര എന്നൊരു സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞു. വളരെ പുച്ഛമായിട്ട് VD സതീശനെ അദ്ദേഹം അധിക്ഷേപിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ വിചാരം ഈഴവ വോട്ടുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ കൈകളിലാണ്, അദ്ദേഹത്തിന്റെ തലയിലാണ്. അദ്ദേഹം പറയുന്നത് പോലെ വോട്ട് മറിഞ്ഞു പോകും, VD സതീശനെ തോൽപ്പിച്ച് പഠിക്കാം എന്നൊക്കെയാണ് ആളുകൾ കരുതിയത്. വല്ലതും നടത്തും? ഒരിക്കലുമില്ല. അദ്ദേഹം തന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്നെ അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ കോടതിയിൽ കേസ് നടത്തിപ്പോയി നിൽക്കുന്ന ആളാണ്. ആ കേസ് കൈകാര്യം ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ പിണറായി വിജയനൊക്കെ സ്വാധീനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാലഘട്ടം അത്രയും
സെക്രട്ടറിയായി നിലകൊണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തിനോടൊപ്പം അങ്ങനെ നിലപാടെടുത്ത് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്നതിനൊന്നിനും ഒരു അടിസ്ഥാനവുമില്ല. അല്ല, വളരെ കറപ്റ്റഡ് ആണ് ആൾ അദ്ദേഹം. തീർച്ചയായും മൈക്രോ ഫിനാൻസ് കേസും അതെ അതെ അങ്ങനെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ നമുക്കറിയാം. അതെ 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 അതെ. എന്നിട്ട് അദ്ദേഹം പിണറായി അകമഴിഞ്ഞ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള ഒരു പിന്നെ തീർച്ചയായിട്ടും പിണറായിയുടെ സഹായം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ കാലം അത്രയും സെക്രട്ടറി ആയി തുടരുന്നത്. പിന്നെ ഇപ്പൊ എന്നിട്ടാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു പക്വതയുള്ള ഒരു, പക്ഷെ അതിലെല്ലാം നമുക്ക് വേദന ഉളവാക്കുന്ന ഒരു സംഭവം ഈ പിണറായി വിജയനാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ സമൂഹത്തിൽ വിദ്വേഷം പടർത്തിയപ്പോൾ അത് തെറ്റാണ് എന്നുള്ള നിലയിലുള്ള പ്രസ്താവന ഈ കേരളത്തോട് വിളിച്ചു പറയാനോ അത് തടയാനോ തയ്യാറായില്ല. ഒറ്റ നേതാക്കന്മാരില്ല, ഒരു നേതാക്കന്മാർ. അല്ലാതെ കോൺഗ്രസിനകത്തില്ലായിരുന്നു. അല്ല, കോൺഗ്രസിനകത്ത് ഒട്ടേറെ നേതാക്കന്മാർ പറഞ്ഞു. അല്ല, പറഞ്ഞെങ്കിലും വി ഡി സതീശൻ പറഞ്ഞവരെ പറയുകയില്ല. അതെ, പക്ഷെ ഒരു മൃദു പ്രത്യക്ഷത്തിൽ അതിനെ തടയേണ്ടിയിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനായിരുന്നു. തീർച്ചയായിട്ടും. അതിന് പകരം അദ്ദേഹം ചെയ്തത് വെള്ളാപ്പള്ളി നടേശന്റെ നാവ് പൊന്നാണെന്നും അദ്ദേഹത്തിന്റെ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്ന പരിപാടിയുമായിട്ടാണ് നടക്കുക. അതെ അതെ അതെ. എന്നിട്ട് അതൊക്കെയാണ് കേട്ടോ ഈ തെരഞ്ഞെടുപ്പില് മതേതരത്വ ബോധമുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരെ തിരിച്ചടി നൽകിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരു വി ഡി സതീശനെ പോലെയുള്ള അല്ല ഏത് നേതാവാകട്ടെ ജനങ്ങളുടെ നേതാവാണ് അദ്ദേഹം. പറവൂരിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിന് വർഷങ്ങളായി ജനിച്ചു വരുന്ന ജനസമ്മതിയുള്ള ഒരു നേതാവാണ്. അപ്പൊ ഇന്ന് വി ഡി സതീശൻ ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് കുരുത്ത് തകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടാതെ വേറെ കുറെ സ്റ്റേറ്റ്മെന്റ്, ചീഞ്ഞളിഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹത്തിന്റെ. ഒരു സുഖമില്ലാത്ത കേരളം ഈ അടുത്ത സമീപകാല സാമുദായിക നിലയിലുള്ള അതെ ഈ അടുത്ത നാളുകളിൽ ഉണ്ടായ നമ്മുടെ നാടിനൊരു പ്രത്യേകത ഉണ്ട് സാറേ. നമ്മുടെ നാട് ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിൽക്കുന്ന നാട്. തീർച്ചയായിട്ടും. ആ നാടിനെ തകർക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും അത് ഹൈന്ദവനായിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, അതെ അത് തകർക്കാൻ ശ്രമിക്കുന്നവനെ കഴിയില്ല എന്ന് ഉറച്ചു പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം അത് നമ്മുടെ കേരളത്തിൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും. അതിന്റെ വിജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക്. അല്ല, ഈ ഇത്രയും നാളായിട്ടും ഈ സമുദായ നേതാക്കന്മാർക്ക് ഇവർ പറഞ്ഞാൽ ഒരൊറ്റ അണികൾ പോലും വോട്ട് ചെയ്യാനൊരു ബോധ്യം ഇവർക്ക് ഇത്രയും നാളുണ്ടായിട്ടില്ല. അല്ല, ഈ വെള്ളാപ്പള്ളി നടേശനാണ് ആ ബോധ്യം ആദ്യം ഉണ്ടാകേണ്ടത്. കാരണം അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും പറവൂരിൽ വി ഡി സതീശൻ തോൽപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നു. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഭൂരിപക്ഷം കൂട്ടിയാണ് വിജയിപ്പിക്കുന്നത്. ഈ പറവൂർ മണ്ഡലത്തിൽ കൂടുതൽ ഈഴവ സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അവിടെ പോലും അദ്ദേഹത്തിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് മറ്റു മണ്ഡലങ്ങളിലേക്ക്. അല്ല, അതേ ഈ ഇവർക്ക് ഈ ബോധ്യം, ഇവര് സമുദായത്തിന്റെ ക്ഷേമം നോക്കുക, അവരുടെ സ്കൂളുകൾ സ്ഥാപനങ്ങൾ നോക്കുക, ആശുപത്രി നോക്കുക, അവരുടെ ശാഖകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അത്തരം കാര്യങ്ങളിലാണ് ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതിന് പകരം ഈ അനാവശ്യമായിട്ട് ചീത്തയും ഇതരമത വിദ്വേഷം വിളമ്പി ശ്രദ്ധ പറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയത്. വി ഡി സതീശൻ അതിന് കാര്യമായൊന്നും പ്രതികരിച്ചില്ല. അദ്ദേഹത്തോട് മറുപടി പറയാനില്ലെന്നെങ്ങാണ്ട് പറഞ്ഞുള്ളൂ. ഇല്ല, അത്തരം പ്രസ്താവനകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചില്ല. എന്നാലും അതുകൊണ്ടാണല്ലോ വി ഡി സതീശൻ ഇത്രമാത്രം എന്നിട്ട് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിന് പിണറായിയും ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരേ രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ്. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഈ മതനിരപേക്ഷ ചരിത്രം വെച്ച് നോക്കിയിട്ട് ഈ വെള്ളാപ്പള്ളി പറഞ്ഞ അതിനെ ഖണ്ഡിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല, കാറെ കയറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു, സ്റ്റേറ്റ് കാറെ കയറ്റിക്കൊണ്ട്. ഇനി ഇദ്ദേഹം മാത്രമല്ല, നമ്മുടെ പെരുന്തേല വലിയച്ഛനും ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. പുള്ളി ഒട്ടും എന്താണ് പുള്ളി ഏതാണ്ട് കുറച്ച് മോശമായ ചില അഭിപ്രായങ്ങൾ പുള്ളിയും സതീശനെ കുറിച്ച് പറഞ്ഞു. അല്ല, ഇവരൊക്കെ പേരെടുത്ത് പറഞ്ഞു സതീശനെ. അല്ല, ഇവരൊക്കെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലായത്. അല്ല, ഇവര് പറഞ്ഞ ഏത് അണികൾ കേൾക്കുന്ന ഈ പറയുന്നത്? ആരും കേൾക്കാനില്ല, കേൾക്കില്ല എന്ന് നമുക്ക് തെളിവൂടെ ഉണ്ടല്ലോ. ഇതേ ഉപദേശന്മാരായാലും അച്ഛന്മാരായാലും സമുദായ നേതാക്കന്മാരും SNDP ആയാലും ഇസ്ലാമിനകത്തായാലും ശരി, ഒരു രാഷ്ട്രീയ അവബോധം നന്നായിട്ടുള്ള ആളുകളും ചേരി തിരിഞ്ഞ് നിൽക്കുന്ന ആളുകളും നേതാവിന്റെ ഇഷ്ടത്തിന് മറിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരും ചെയ്യില്ല, ആരും ചെയ്യത്തില്ല. അല്ല, രാഷ്ട്രീയ ബോധം നമ്മുടെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണമായും രാഷ്ട്രീയ ബോധവും കൃത്യമായ കാഴ്ചപ്പാടുള്ള ജനങ്ങളാണ്. ആ ജനങ്ങളോട് ചെന്ന് ഇവരവരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള നിലപാട് പറഞ്ഞാൽ അവരതിനെ പൂർണ്ണമായും തള്ളും. അത് ആര് പറഞ്ഞാലും തള്ളും. പക്ഷെ ഞങ്ങൾ ഇന്നലെ രസകരമായ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇന്നലെ കാണാൻ പോയി അദ്ദേഹത്തെ, ഞാനും ടീച്ചറും കൂടെ. അപ്പം നമ്മുടെ 1-2 മീറ്റിങ്ങുകൾക്ക് അദ്ദേഹം വന്ന് പങ്കെടുക്കുകയും ഒരു അവാർഡ് ദാനവും പുസ്തക പ്രകാശനവും പങ്കെടുക്കുകയൊക്കെ ചെയ്യും. ഇടയ്ക്ക് വിളിച്ചാൽ ചിലപ്പോഴൊക്കെ തിരിച്ചു വിളിക്കും, തിരിച്ചു വിളിക്കും. അപ്പൊ ഞങ്ങൾ ഈ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ മാനസികമായ ഒരു വ്യഥ
പുറത്ത് കാണിച്ചില്ലെങ്കിൽ അകത്ത് ചെറുതായിട്ടുണ്ടാവുമല്ലോ. ചെന്നിത്തലയും മുഖ്യമന്ത്രിയാണ് യോഗ്യനാണ് കേട്ടോ. അതെ അതെ അപ്പം വേണുഗോപാൽ ഇപ്പൊ ആ രംഗത്തേക്ക് വരണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതെ, അത് അല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആദ്യമേ തന്നെ അത് ചെയ്യണമായിരുന്നു. അതൊക്കെ വലിയ പുള്ളി മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് വലിയ കുഴപ്പത്തിലായിപ്പോയെ. കാരണം ഇനി രണ്ടാമത് ബൈ ഇലക്ഷൻ ഒക്കെ വരണ്ടേ? ഗവൺമെന്റ് ഖജനാവിൽ തന്നെ എത്ര കോടികൾ അതിന് ചെലവാകും. പ്രശ്നം സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ ഇപ്പൊ ഈ ബഹുമാന്യ വേണുഗോപാൽ അവറുകൾ തന്നെ ഒട്ടേറെ ചാനൽ ചർച്ചകളിൽ തീർത്ത് പറഞ്ഞിരുന്നു, ഞാൻ ആ കസേരയിലേക്കില്ല, എന്നെ അതിൽ പ്രതിഷ്ഠിക്കാൻ ഇല്ല. തിരിച്ചു പറഞ്ഞ വീഡിയോകളും ഉണ്ട്. ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു വരുന്നവർ തന്നെ ഭരണകർത്താക്കളാകണമെന്നില്ല എന്നും പറഞ്ഞിട്ടുള്ളൊരു ഞാൻ കണ്ടു. പക്ഷെ അത് ഓർമ്മ. പക്ഷെ അതിനുപരിയായിട്ട് ഒട്ടേറെ വീഡിയോകൾ ഇപ്പൊ ഏഷ്യാനെറ്റിലായാലും മാതൃഭൂമിയിലായാലും ഒട്ടേറെ വീഡിയോകളിൽ അദ്ദേഹം തീർത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജനം കണ്ടുവച്ച് ഇപ്പൊ പിന്നീട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ജനം അതിനെ അനിഷ്ടം പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഇന്നലെ ആ കൂട്ടത്തിന് കണ്ടിട്ടും നമുക്ക് പുള്ളിയോടൊരു വലിയ ബഹുമാനം തോന്നുന്ന ഒരു സമീപനമാണ് നമ്മളോടൊക്കെ. പെട്ടെന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയും അങ്ങനെയുള്ളൊരു ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തെ. ആരാ നമ്മളാരാ, എന്നാലും കണ്ട പരിചയവും ഒക്കെ വെച്ച് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക, വർത്താനം പറയുക, പോരാൻ നേരത്തും ശ്ലേഷിച്ച് വിടുക. ഒരു വല്ലാത്തൊരു ക്യാരക്ടറായിട്ട് നമ്മളെ ഫീൽ ചെയ്യും. നമ്മുടെ ബ്രദറൊക്കെ നമ്മളോട് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇവരെല്ലാം ഭയങ്കര ആളുകളാണ്. ഇവരെല്ലാം ഏത് വഴിക്കാൻ നീങ്ങുന്നത് നമുക്കറിയാൻ പറ്റില്ല. അതങ്ങനെ നീങ്ങിയെങ്കിലേ പറ്റത്തുള്ളല്ലോ, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ നമുക്കിപ്പോ അത് നോക്കണ്ട. വ്യക്തിപരമായ നമ്മളോടുള്ള സമീപനം അദ്ദേഹത്തിന്റെ, അതാണ് നമ്മൾ നോക്കണം. എനിക്കത് ഭയങ്കര റെസ്പെക്ട് ആയിട്ട് അവിടെ വെച്ച് എനിക്കൊരു വല്ലാതെ വികാരം തോന്നി. കാരണം ഒരാളങ്ങനെ ഒരു വലിയ മനുഷ്യൻ വന്ന് കെട്ടിപ്പിടിക്കുക, കുശലം പറയുക, പിന്നെ ഇരുത്തി സംസാരിക്കുക, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് വലിയൊരു ഉപകാരമുണ്ട്. കാരണം ഞങ്ങൾ പിണറായിയെ കാണാൻ പോയിട്ടുണ്ട്. പിണറായിയെ കാണാനായിട്ട് ഞാനും ഞങ്ങളുടെ ഒരാളും ഒരു സമുദായ നേതാവും കൂടി ഞങ്ങള് 3 പ്രാവശ്യം മറ്റോ പോയി അപ്പോയിന്റ്മെന്റ് എടുത്താ പോയത്. ട്രിവാൻഡ്രം വരെ പോയിട്ട് തിരിച്ചു വന്നു. അല്ല, അത് ഈ CPM-ന്റെ നേതൃത്വം, അതിപ്പോ പിണറായി എന്നല്ല, ഒരു ഏരിയ സെക്രട്ടറി ആയിക്കോട്ടെ, അവരെ ഒരു സാധാരണ ജനത്തിന് പോയി കണ്ട് ഒരു കാര്യം നടത്തി വരണം എന്ന് ആഗ്രഹിച്ചു പോയാൽ അത് വലിയ പ്രോസസ്സാണ്. അവരുടെ കത്തിടപാടുകളും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ. പക്ഷെ കോൺഗ്രസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര വലിയ നേതാവാണെങ്കിലും ജനങ്ങൾക്ക് നേരിട്ട് ആക്സസിബിൾ ആണ്. അതെ, ഞാനും എന്റെ സുഹൃത്ത് ഗ്ലാഡ്സൺ ഒക്കെ നമ്മുടെ കോട്ടയത്ത് ഞങ്ങൾ പ്രാവശ്യം അപ്പോയിന്റ്മെന്റ് എടുത്ത് ചർച്ചിന്റെ സംബന്ധമായ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്ന 5 മണി വരെ നിന്നിട്ട് അപ്പൊ ജനക്കൂട്ടം കണ്ടവരോട് നിപ്പുണ്ട്. ഉമ്മൻചാണ്ടി ആണെങ്കിൽ എത്ര ജനക്കൂട്ടം എന്ന് പറഞ്ഞ പുള്ളി ഒന്നും നടന്നില്ലേലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് അറ്റൻഡ് ചെയ്തിട്ട് വിടത്തുള്ളൂ. എന്നിട്ട് ഞങ്ങൾ 5 ദിവസം, അങ്ങനെ 2ാം ദിവസം പിന്നെയും പോയി. അടുത്ത ദിവസം 3 ദിവസം പോയി. 3 ദിവസം കാണാൻ വന്നു. അന്നോട്ട് ക്ലോസ് ചെയ്തു. എന്നാൽ അത്യാവശ്യം സങ്കടകരമായ ഒരു കാഴ്ച കണ്ടത്, ആദ്യം പോകുന്നതിന്റെ അന്ന് വട്ടപ്പാറയിൽ നിന്ന് സിറ്റിയുടെ കോർപ്പറേഷൻ അതിർത്തിയാണെന്ന് തോന്നുന്നു. വട്ടപ്പാറയിൽ നിന്ന് ഒരു മനുഷ്യനോട് വന്നു. അദ്ദേഹത്തെ ഈ ഉന്തുവണ്ടിയിൽ ഉന്തിക്കൊണ്ട് അവിടെ വന്നു, വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് വന്നിട്ട് ഇദ്ദേഹം വാതിക്കലോടെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ ഇറങ്ങി വന്നപ്പോ ഇയാൾ ആ വീൽ ചെയറിൽ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ മുട്ടിമുട്ടിയാണ് ഈ മനുഷ്യൻ 5 മണിയായപ്പോ ഇന്ന് ആരെയും കാണാൻ പറ്റില്ല, പ്രസ് കോൺഫറൻസ് പോവാന്നും പറഞ്ഞ് അങ്ങ് പോയത്. ഒരുപാട് ആളുകൾ നിപ്പുണ്ട് അവിടെ. അപ്പോൾ സത്യം അയാളുടെ ആ മുഖം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ മനുഷ്യന്റെ തൊട്ടടുത്താണ്, ആരാണ്ട് അവിടെ എടുത്തുകൊണ്ട് വീൽ ചെയറിൽ കൊണ്ട് ഇരുത്തിയാണ്. ജസ്റ്റ് ഒന്ന് ആ പേപ്പർ മേടിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞൊന്ന് വിട്ടിരുന്നെങ്കിൽ മതിയായിരുന്നു. പിന്നെ പറയാണ്ട് അയാൾക്ക് പിന്നെയും പോയിട്ട് തിരിച്ചു വരാം. എങ്കിലും ആ മനുഷ്യന്റെ ദയനീയമായ ഒരു മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ഇവരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ദാരിദ്ര്യം അനുഭവിച്ചവരും പറയുകയും അതിന്റെ ഒരു ചെറിയ, ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇരുന്ന സമയത്ത് കാരുണ്യ ഡെവലപ്മെന്റ് ഫണ്ട് എന്നും പറഞ്ഞൊരു ഫണ്ട് ഉണ്ടായി. ആ ലോട്ടറി വിറ്റ് കിട്ടുന്ന പൈസ, ആ പൈസ 825 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് ഏതാണ്ട് 600 കോടി രൂപയുടെ അടുത്താണ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതായത് 10 വർഷ കാലയളവുള്ളത് എന്ന് വെച്ചിട്ട് രോഗികളില്ലാത്തതുകൊണ്ടാണ്. അപ്പോ ഇത്തരം സമീപനങ്ങളാണ് ഇതിന്റെയൊക്കെ ഒരു. അല്ല, ജനങ്ങള് ഇങ്ങനെ ഒരു കൂട്ടത്തോടെയുള്ള വലിയ ഭീകരമായ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് UDF-നെ ഇങ്ങനെ വിജയിപ്പിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. 100 സീറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത, തികഞ്ഞ ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, ശക്തമായ ജനവിരുദ്ധ വികാരം. അല്ല, എനിക്കതിനകത്ത് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പ്. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ഇത് CPM വിരോധം അല്ല, ഇടതുപക്ഷ വിരോധമല്ല, ഇത് പിണറായിയോടുള്ള
വിരോധം. സർക്കാരിനോട് പിണറായിയോടുള്ള വിരോധം. സർക്കാരിനെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. CPM ഒരു സ്ട്രോങ് സംഘടനയാണ് സഖിത്തെ, കോൺഗ്രസും ഒരു സ്ട്രോങ് സംഘടന. രണ്ടും ഒട്ടയ്ക്ക് നിൽക്കുന്ന സംഘടന. നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ മികവുപോലിരിക്കും. സതീശൻ വളരെ നന്നായിട്ട് വിജയിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ജയിക്കാം. പക്ഷെ എവിടെയെങ്കിലും പാളിച്ച പറ്റി പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. പക്ഷെ അദ്ദേഹം എല്ലാം വെൽ സ്റ്റഡീഡ് ആണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചും. ഏത് മേഖലയെ കുറിച്ച് സംസാരിക്കണമെങ്കിലും അദ്ദേഹം നന്നായിട്ട് സംസാരിക്കും, ഹോംവർക്ക് ചെയ്യുകയും ചെയ്യും. അടുത്ത നാളുകളിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം തോന്നുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയില് പോയി പ്രസംഗം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബൗദ്ധികമായ നിലപാട് വളരെ വലുതാണ്. ഏത് കാഴ്ചപ്പാടുണ്ടല്ലോ, മതങ്ങളെ കുറിച്ചറിയാം, ഇനി ഇൻഡസ്ട്രിയെ കുറിച്ച് സംസാരിക്കും, ഫൈനാൻസിനെ കുറിച്ച് സംസാരിക്കും, കാർഷിക മേഖലയെ കുറിച്ച് സംസാരിക്കും, ആദിവാസികളെ കുറിച്ച് സംസാരിക്കും. ഏത് വിഷയം പറഞ്ഞാലും വളരെ ബോധ്യമുണ്ട്. അത് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴറിയാം പുള്ളി ഗൃഹപാഠം ചെയ്തിട്ടാണ് വന്ന് പ്രസംഗിക്കുന്നതെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു നല്ല ശുഭകരമായ ഒരു ഭാവി തീർച്ചയായും അദ്ദേഹത്തിനല്ല കേരളത്തിന് നല്ലൊരു, അദ്ദേഹം പറയുമ്പോൾ പുതുയുഗം സൃഷ്ടിക്കാൻ ഈ സർക്കാരിനാവട്ടെ എന്നാണ് നമുക്ക്. ഇതിനിടയ്ക്ക് നമ്മുടെ ടീച്ചറുടെ പണിയും കൂടെ ചെയ്തു. ടീച്ചറിനെ VD സതീശന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ ഇടപെടലും വിളിയും കൊണ്ടൊക്കെയാണ്. ആൾക്കൂട്ടത്തിനിടയ്ക്കാണെങ്കിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോ രാഹുൽജിക്കും പ്രിയങ്കയ്ക്കും 2 ഇമെയിൽ അയച്ചു, വളരെ വിശദമായിട്ട്. അല്ല, അതുകൊണ്ട് അവിടെ അവര് നോക്കണതൊന്നുമില്ല. ആവേശം പോലെ ഇദ്ദേഹം, അതായത് VD സതീശൻ മുഖ്യമന്ത്രി വരണം എന്ന് ആഗ്രഹിച്ച ഒട്ടേറെ ആളുകൾ തീർച്ചയായിട്ടും അവരുടെ മുകളിലുള്ള നേതൃത്വത്തോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പുറത്ത് കവലകളിലാണെങ്കിലും ചായക്കടകളിലാണെങ്കിലും ഒക്കെ പോകുമ്പോൾ മുഴുവൻ ആളുകളും ഇദ്ദേഹം മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹിച്ച് ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. വേണുഗോപാൽ ആണ് സത്യത്തിൽ ഫണ്ട് കളക്ട് ചെയ്ത് കൊടുത്തെന്ന എന്റെ ഒരു നമ്മൾ മനസ്സിലാക്കുന്നത്. ഇലക്ഷന് പൈസ വേണം, പൈസ ഇല്ലാതെ ഒരു ഇലക്ഷൻ നടക്കില്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മില്യൺ ഡോളർ ഇട്ടാണ് ഇലക്ഷൻ പ്രചരണം നടത്തുന്നത്. ഇവിടെ ഫണ്ടിന്റെ കുറവ് കോൺഗ്രസ് ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചത് വേണുഗോപാലാണ്. തീർച്ചയായിട്ടും വ്യക്തമായ ഓരോ സ്ഥാനാർത്ഥിക്കും ആവശ്യമായ സാമ്പത്തികം മാത്രമല്ല മറ്റു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഓൾ ഇന്ത്യ നേതാവായതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടായിരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അദ്ദേഹം തന്നെ ആദ്യം പത്രമാധ്യമങ്ങളിലൂടെ ഞാനില്ല എന്ന് പറയുകയും ഇങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ വരികയൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തെ മാറ്റി നിർത്തി ഇദ്ദേഹത്തെ ചിന്തിച്ചു. പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലല്ലോ. ചാനലുകളിൽ കൈകാര്യം ചെയ്യുന്ന പല ആളുകൾക്ക് പോലും ഇതേക്കുറിച്ച് ഒരു വിവരമില്ല. ഞാൻ ആ ഭാഷ വിവരമില്ലല്ലോ. നമ്മളെപ്പോഴും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, ജനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെയാണ്. CPM-ലാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവര് മുഖ്യമന്ത്രിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇത് ഒരു സന്ദേശം പോലും ഈ വിഷയത്തിൽ ഉണ്ടായില്ല. അപ്പോ അങ്ങനെ ഒരു വന്നപ്പോൾ സ്വാഭാവികം ജനം VD സതീശനെ പ്രതീക്ഷിച്ചു. പക്ഷേ ചെന്നിത്തലയും പിന്നെ 100% യോഗ്യനാണ്. ചെന്നിത്തലയ്ക്ക് മാന്യമായ ഒരു പൊസിഷൻ കൊടുക്കുമെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി പിണങ്ങിയൊന്നും പോകില്ല. പുള്ളി അദ്ദേഹം വളരെ പരിണതപ്രജ്ഞനായ തീർച്ചയായിട്ടും കൃത്യമായ പാർട്ടി പരിഗണിക്കും. പെട്ടെന്ന് അങ്ങനെ പിണങ്ങി മുഷിഞ്ഞായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പണ്ടേ ചെയ്യുമല്ല. പുള്ളിക്ക് മാന്യമായ ഒരു പൊസിഷൻ ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. 1ാം സ്ഥാനത്ത് പുള്ളി ഉണ്ടാകും. തീർച്ചയായും. പക്ഷെ 1ാം സ്ഥാനത്ത് വരാൻ അർഹതയുള്ള ആള് തന്നെയാണ്. പിന്നെ 100%. പക്ഷെ സാഹചര്യങ്ങളാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ. ഈ 5 വർഷത്തെ VD സതീശന്റെ പെർഫോമൻസ് ആയി ഇതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നല്ല ഭരണം നമുക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാം. അത് കറക്റ്റ് ഈ അഴിമതി വന്നാൽ പോയി. അതാണ് കൂടെ നിൽക്കുന്നവര്. ഈ കോൺഗ്രസിനകത്തെ ഒരു വലിയ പ്രശ്നം, പണ്ടും കോൺഗ്രസിനകത്തെ കൊണ്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലും നമ്മുടെ നാട്ടിലാണെങ്കിലും അഴിമതിക്കാർ കോൺഗ്രസിനകത്ത് വരും. അത് ഉപജാപക സംഘങ്ങൾ കുറെ വന്ന് കൂടാറുണ്ട്. അതിനെയൊക്കെ നിയന്ത്രിക്കാനും അതിനെയൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ് VD സതീശൻ എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ VPC നല്ല ഭരണമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഇദ്ദേഹം, മൻമോഹൻ സിംഗ്. കാരണം അദ്ദേഹത്തിന്റെ ഗ്ലോബലൈസേഷനെ കുറിച്ചൊക്കെ വലിയ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ട്. പുള്ളിക്കാരിയൊക്കെ അതിനകത്ത് ഇതിന്റെ തെറ്റും ശരിയൊക്കെ പറയാറുണ്ട്. ഞാൻ എന്റെ തെറ്റല്ല, ഞാൻ എന്റെ ശരിയാ നോക്കുന്നത്. നമുക്കൊരു മാരുതി കാർ ഒരു 50,000 രൂപയ്ക്ക് പോലും ഒരു പന്ന കാറാണെങ്കിലും മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥിതി വന്നു. അദ്ദേഹത്തിന്റെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് വാഹനങ്ങളുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ദോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ആളായിരുന്നു മൻമോഹൻ സിംഗ്. പക്ഷെ അതിനകത്തും കറപ്റ്റഡ് ആയിരുന്ന ആളുകൾ എത്ര മന്ത്രിമാരുണ്ട് തമിഴ്നാട്ടിൽ. രാജയാദവ് അത് UPA സർക്കാരിന് വലിയ ക്ഷീണം സംഭവിച്ചു.
വലിയ ഡാമേജ് ഉണ്ട്. ഭയങ്കര അഴിമതിക്കാരാണ് എന്നുള്ളൊരു പ്രൊപ്പഗാൻഡ ആയിരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഈ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഭരണം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് 100% ശുദ്ധമായ കൈകളായിരിക്കണം മന്ത്രിമാരുടെ MLA-മാരുടെ. യാതൊരു കാരണവശാലും കൈക്കൂലി വാങ്ങാനോ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളിൽ വലിയ ജാഗ്രത വേണം. കാരണം ഇപ്പോൾ തന്നെ ഇപ്പൊ സർക്കാർ വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ പണി തുടങ്ങി കഴിഞ്ഞു. അല്ല, അത് തുടങ്ങും. അതൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ്, രസകരമായ പോസ്റ്റ്. സപ്ലൈകോയിൽ അരിക്ക് വില കൂടിയെന്നും പറഞ്ഞൊരു പോസ്റ്റ് വന്നിരിക്കും. അത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ കൂട്ടിയ തീരുമാനം എടുത്ത് കൂട്ടിയതാണ്. ഇപ്പൊ ഇന്നലെ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, UDF സർക്കാരിന്റെ പുതിയ തീരുമാനം എന്നും പറഞ്ഞ്. അധികാരത്തിൽ അല്ല, ഇത് ആരോട് പറയാൻ പറ്റും സാറേ? ഇത് അങ്ങ് പ്രചരിപ്പിക്കുക. അല്ല, അതിലൊന്നും കഥ ഇല്ല. അതിലൊന്നും മെച്ചമായ ഭരണം കാഴ്ചവെക്കാം. അതെ കാഴ്ചവെക്കാമെങ്കിൽ കോൺഗ്രസിന് ഭാവി ഉണ്ട്. കേരളത്തിലെ ഒരു സ്ട്രോങ് കക്ഷി തന്നെയാണ് CPM-ഉം. വളരെ ശക്തിയുള്ള ഇതിൽ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത, കേരളം വികസനത്തിലുപരിയായി കേരളം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സ്റ്റേറ്റാണ്. അല്ല, അതിന്റെ റിസൾട്ട് ആണല്ലോ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കിട്ടിയത്. അല്ല, അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാര് പറഞ്ഞ വഴിക്ക് ആളുകൾ വോട്ട് ചെയ്തില്ല. അതിപ്പം ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥി ജയിക്കുന്നു, മുസ്ലിം പേരുള്ള VS ജോയി ജയിച്ചത്. അതാണ് ഞങ്ങളുടെ സമക്കാരൻ. വളരെ വൈവിധ്യമായ ഒരു വിജയം, രസകരമായ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന. ജോയിയെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം ഇവിടത്തെ തിളക്കമാർന്ന ഒരു വിജയം VS ജോയുടെ വിജയം. കാരണം ഒരാൾ യൂട്യൂബിൽ പറഞ്ഞത് ഒരു 5000 ക്രിസ്ത്യാനികൾ പോലും തവനൂരിലില്ലെന്നാണ് പറയുന്നത്. മുസ്ലിംസ് അങ്ങനെ നോക്കിയാണോ നമ്മൾ? തീർച്ചയായും അല്ല, അതാണ് ഞാൻ പറയാം. അവർ ഒന്നടങ്കം മുസ്ലിം തവനൂരിലെ സമൂഹം ഒന്നടങ്കം VS ജോയുടെ കൂടെ നിൽക്കാൻ എതിരുന്ന ആര് ജലീലാന്ന് എനിക്ക് തോന്നുന്നത്. എതിർ സ്ഥാനാർത്ഥി അല്ലെ, പഴയ മന്ത്രി ജലീലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹമാണ് തോന്നുന്നു. പക്ഷെ അവിടുത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടുത്തെ ഒരു ബൂത്തിലെ ഒരു പ്രാദേശിക മുസ്ലിം നേതാവ് പറഞ്ഞു, ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങാൻ ആ സമീപപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് VS ജോയിക്ക് വാങ്ങിക്കൊടുക്കുന്ന ആൾക്ക് സ്വർണ്ണ മോതിരം ഒരു പവനം കണ്ടു പുള്ളി പ്രൈസ് കൊടുക്കുന്നു, സമ്മാനം കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഓർത്തു എത്രമാത്രം ഒരു മത നിരപേക്ഷത, ഒരു സെക്യുലർ മനോഭാവമുള്ള ഒരാളാണ് അദ്ദേഹം. ചിന്തിച്ചു പോയി. ജോയിക്ക് അവിടെ നിന്ന് ഒരു സാധ്യതയുള്ള സ്ഥലങ്ങളല്ല. നമ്മുടെ ജാതി മതവും ചിന്തിക്കുകയാണെങ്കിൽ മുസ്ലിംസിന്റെ സഹോദരന്മാരുടെ വോട്ട് 100% അതുകൊണ്ടാണ് മുഹമ്മദ് ഷിയാബ് ജയിച്ചത്. അതും ഒരു ഉദാഹരണമാണ്. അങ്ങനെ മതം ജാതിയൊക്കെ നോക്കി വോട്ട് ചെയ്യാൻ കൊച്ചി ഫോർട്ട് കൊച്ചിയിലാണ് അവിടെ ക്രിസ്ത്യൻസാ കൂടുതൽ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ കത്തോലിക്ക നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം പണ്ട് മുതലേ അത് മുഹമ്മദ് ആയാലും ഗോപാൽ അതിന് കോട്ടം പറ്റിയത് ഈ പിണറായി സർക്കാരിന്റെ ഈ മതനിരപേക്ഷതയിൽ വെള്ളം ചേർത്ത് പിണറായിയും ഈ AK ബാലൻ മുതൽ സജി ചെറിയാൻ മുതൽ ഈ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെ വിദ്വേഷം വിളമ്പിയിട്ടും അതിനെതിരെ ഒരു ശബ്ദം ജനങ്ങൾ നിൽക്കത്തില്ല. നേരിടുന്നത് ജനങ്ങൾ ബോധവാന്മാരാണ്. ഇവർക്കറിയാൻ മേല ഈ കോമരങ്ങൾക്ക്. ജനങ്ങളൊന്നും ഇവർ പറയുന്ന കേൾക്കുകയല്ല. ജനങ്ങൾ ഇത് ഭരണം കണ്ടോണ്ടിരിക്കുകയല്ലേ, കാണുന്ന മീഡിയാസ് ഇല്ലേ, കാണുകയല്ലേ. ഇവർ ഈ പറയുന്ന ജാതി പ്രാന്തന്മാര് പറയുന്നതല്ല അവര് കേൾക്കുവോ? അപ്പോ ഈ മതവിദ്വേഷത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രഹരമാണ്. അത് നമ്മുടെ പെരുന്നാല് തമ്പുരാനിട്ടും കിട്ടി, വെള്ളാപ്പള്ളിക്കിട്ടും കിട്ടി. പിന്നെ മറ്റു പുള്ളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ചിരി വരുക. ഞാന് കാക്ക മലന്ന് പറക്കും, ഞാൻ രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസ്താവനമാക്കി കൂടെ പത്രക്കാരുടെയും മീഡിയസിന്റെ ഒക്കെ മുമ്പിൽ വിളിച്ച് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മറന്നുപോയി എന്നപ്പോ പുള്ളി മറന്നുപോകും. പണ്ട് ഇന്നസെന്റ് സിനിമ പറയുന്നത് പോലെ തെലുങ്കിനെ തെറി പറഞ്ഞിട്ട് തിരിച്ച് നേരത്തെ വെല്ലുവിളി ഏറ്റെടുത്തു. വനവാസത്തിന് പോകുമോന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വളരെ രസകരമായ ഇലക്ഷനാണ് ഇപ്രാവശ്യം നടന്നത്. വളരെ രസകരമാണ്. ചിന്തിക്കാനുണ്ട്, ചിരിക്കാനുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് മലയാളി എന്നുള്ള നിലയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിജയമാണ്. തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു, LDF ജയിച്ചു എന്നതിലുപരി ഞാൻ ഇച്ചിരി ലിബറലാണ്. കാരണം ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ഭയങ്കര ആശങ്കകളാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ നിലപാടുകൾ, അത് രാഷ്ട്രീയ നിലപാട് തന്നെയല്ല. ഇന്നലെ കണ്ട ഒരു സങ്കടകരമായ കാഴ്ച, ഒരു ലൈഫിലേക്ക് ഒരു വീട് കൊടുക്കുന്നതിന് 4 ലക്ഷം അങ്ങാണ്ട് കൊടുക്കുന്നത്. അതിൽ നിന്ന് തീരെ ദരിദ്ര 2 സെന്റ് 3 സെന്റ് താമസിക്കുന്ന വളരെ ദരിദ്രരായ വളരെ ദരിദ്രരായ ആളുകൾ, അതിൽ നിന്ന് 2500 രൂപ ഒരു വില്ലേജ് ഓഫീസറായിട്ട് കൈക്കൂലി പെൻഷൻ കൊടുക്കുന്നതിൽ പോലും 500 രൂപ കമ്മീഷൻ മേടിക്കുന്ന ആളുകളുണ്ട്.
എന്താ ചെയ്യാ? അത് അത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഭരണ സംവിധാനം അല്ല, അതിന് ശക്തമായ ഇന്നലെ ചൈനയെ കണ്ട 2 അഴിമേടിച്ച ഉദ്യോഗസ്ഥന്മാരെ തൂക്കൊല്ലാൻ ചൈനയിലെ മന്ത്രിമാര്, പഴയ മന്ത്രിമാരെ ചൈനയിലെ അല്ലേ? ആ അഴിമതി നടത്തി $1 മില്യൺ അവരുടെ കമ്പനി നടത്തി പിടിച്ചെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളൊക്കെ വാർത്ത റിപ്പോർട്ട് ശക്തമായ നടപടികളും രണ്ട് ചൈനീസ് മുൻ മന്ത്രിമാരെ തൂക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് ഇവിടെ തൂക്കൊല്ലൊന്നും വേണ്ട, പക്ഷെ ശിക്ഷ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം. അതെ, നമുക്ക് പറഞ്ഞ് ക്ലോസ് ചെയ്യാല്ലേ. അപ്പൊ വിജയന്റെ തിളക്കമാർന്ന വിജയമാണ്, അഭിമാനിക്കാൻ വഴിയുണ്ട്. എനിക്കും വലിയ സന്തോഷം വ്യക്തി എന്നുള്ള നിലയിൽ. രമേശിന് അർഹമായ സ്ഥാനം കൊടുക്കണം. അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. വിജയ് സ്റ്റേഷന് വ്യക്തിപരമായിട്ട് അറിയാവുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടും പുള്ളിക്ക് ഒരു അടുപ്പമൊക്കെ ഉണ്ടോ എന്ന് വിളിച്ചാലൊക്കെ പ്രസംഗിച്ച് ബൈബിൾ കാര്യങ്ങളൊക്കെ അറിയുകയൊക്കെ ചെയ്യാം. വളരെ ആധികാരികമായി ബൈബിള് ആണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാലും പഠിച്ചിട്ടേ വരുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തോട് പൊതുവെ പറയാനുള്ളത്, കേട്ടാലും കേട്ടില്ലേലും സമൂഹത്തോട് പറയാനുള്ളത് സംശുദ്ധമായ ഭരണമായിരിക്കണം. ഇതിനകത്ത് വർഗീയത പരിഹാരം എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അഴിമതി പാടില്ല, പണം പോകരുത്, ദരിദ്രരെ സഹായിക്കണം, ഈ ആശാവർക്കർക്കെല്ലാം പൈസ കൊടുക്കണം, പെൻഷൻ പണമെല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞുള്ള കെട്ടിടം വെക്കലും പാലം പണിയിലും മതി. മനുഷ്യന് ഭക്ഷണം കഴിക്കണ്ടേ, ആശുപത്രി പോണ്ടേ, ജീവിക്കണ്ടേ, വെള്ളം കുടിക്കണ്ടേ. അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ തീർച്ചയായും മനുഷ്യന്റെ വിശപ്പും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറ്റി അവന് ചികിത്സയും കെട്ടിടങ്ങളും അല്ല. അതെ. അപ്പൊ ഇതെല്ലാം കൊടുത്ത് അവന് ആരോഗ്യവും അവന്റെ മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള വളർച്ച ഓരോ പൗരന്റെയും അവന്റെ ആരോഗ്യം വേണം, അവന് ഭക്ഷണം, വസ്ത്രം വേണം, പാർപ്പിട സൗകര്യം വേണം. അതും ചെയ്തു കൊടുക്കണം. അത് ചെയ്തു കൊടുത്തിട്ട് മതിയെന്ന് എനിക്ക് തോന്നുന്നു വലിയ പാലങ്ങൾ. അപ്പൊ അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും പിന്നെ ദരിദ്രരെ സഹായിക്കണം. അതിലേക്ക് പുതിയ ഗവൺമെന്റ് ഇവിടെ ചെയ്യുമെന്നാണ് എന്റെ പ്രതീക്ഷ. 100% അദ്ദേഹത്തിന് ദയയും കാരുണ്യവും ഒക്കെ ഉള്ള ആള് തന്നെയാണ്. പല ഇഷ്യൂസ് എനിക്കറിയാം. പറയുമ്പോൾ നമ്മൾ ഒത്തിരി നീണ്ടു പോവുകയാണ്. ഒരു മാതൃഭൂമി പ്രസിദ്ധീകരിച്ച കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന പുസ്തകം ഞാനത് 2 പ്രാവശ്യം വായിക്കേണ്ടി വന്നു. ആദ്യം വായിച്ചപ്പോൾ കരഞ്ഞു, 2ാമത്തെ പ്രാവശ്യം വായിച്ചപ്പോൾ അത്രയും കരച്ചിൽ വന്നില്ല. പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് കരഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ കണ്ടു. ആ പുസ്തകം വായിച്ചാൽ ആരാണെങ്കിലും കരഞ്ഞു പോകും. അപ്പൊ അത്ര അത് വന്ന ഒരു ദരിദ്ര ബാലന്റെ ഒരവസ്ഥയാണ്. അവരില്ലായ്മയിൽ നിന്ന് വളർന്നു വന്നിട്ട് അവനിപ്പം അയാളിപ്പോ ഫ്രാൻസില് പ്രൊഫസറാണ് ഒരു യൂണിവേഴ്സിറ്റിയിൽ, PhD ഒക്കെ ചെയ്ത് വലിയ ഒരു മനുഷ്യനായിട്ട് മാറി. അപ്പൊ അയാൾ കല്ല് കൊണ്ടതും മലം വാരി ജീവിച്ചതാണ് ഈ ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അത് വായിച്ചിട്ട് പുള്ളി വികാരാധീന എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ കണ്ടു. ആ പുസ്തകത്തിന്റെ ഒരു റിവ്യൂവിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഒരു കാക്കനാട് മാതൃഭൂമി നടത്തില്ല. അപ്പൊ അങ്ങനെ മനസ്സിൽ ദരിദ്രരുടെ കനകമ്പുകളാണ്. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. നല്ലത് വരട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. കേരളം വികസിക്കണം, ദരിദ്രര് അവർക്ക് ഭക്ഷണം ഉണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം. അതിനെല്ലാം വിജയ് സതീശന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്നവരോട് പറയാനുള്ളത്, ഒരു പൈസ പോലും കക്കല്ലേ, അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. കോൺഗ്രസിന്റെ സംസ്കാരം അങ്ങനെ പണ്ട് മുതലേ ഉണ്ട്, ഡൽഹിയിൽ നിന്നേ ഉണ്ട്. അഴിമതി അവരെ ബാധിച്ചിട്ടുണ്ട് പണ്ട്. ഇനിയുള്ള കാലത്ത് അങ്ങനെ വലിയ സാധ്യത കുറവല്ല. ഇവിടെ കേരളത്തിൽ ഉണ്ടാകുകയില്ല. ഓൾ ഇന്ത്യ ജനങ്ങൾ പോലും വലിയ ജാഗ്രതയിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ നല്ലത് വരട്ടെ, നല്ലത് ആശംസിക്കാം അല്ലേ. ഓക്കെ.